കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ കള്ളക്കളികൾക്ക് ഇരയാകേണ്ടി വന്ന വ്യക്തിത്വം വൈഷ്ണ സുരേഷിന്റേതാണ്. സിപിഎമ്മിന്റെ കള്ളച്ചൂടുകൾക്ക് മുൻപിൽ അടിപതറാതെ മിന്നും വിജയം കരസ്ഥമാക്കിയാണ് മുട്ടട എന്ന ഇടതുകോട്ടയെ വൈഷ്ണ നിഷ്പ്രയാസം പിടിച്ചെടുക്കിയത്. മുട്ടട വാർഡ് കേരളം മുഴുവൻ ചർച്ചയാവാനുണ്ടായ കാരണവും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വമാണ്. വൈഷ്ണയെ മത്സരിപ്പിക്കില്ലെന്ന് സിപിഎം കട്ടായം പറയുകയും അതിനുവേണ്ടി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടുകയും ചെയ്തിരുന്നു. തുടർന്ന് വൈഷ്ണ ഹൈക്കോടതിയിൽ പോവുകയും വിജയിക്കുകയും ചെയ്തു. പിന്നാലെ പോരാട്ടക്കളത്തിലിറങ്ങിയ വൈഷ്ണ 350-ൽ പരം വോട്ടുകൾക്കാണ് മുട്ടട വാർഡ് പിടിച്ചെടുത്തത്. കേരള സംസ്ഥാനത്ത് തന്നെ ഇടതുപക്ഷത്തിന്റെ തോൽവി പത്രത്തിന് ഒപ്പുവയ്ക്കാൻ വൈഷ്ണ എന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മിടുക്കി സ്ഥാനാർത്ഥിക്ക് സാധിച്ചിരുന്നു. കോൺഗ്രസ് അവതരിപ്പിച്ച വൈഷ്ണ സുരേഷിന്റെ വോട്ടൊഴിവാക്കിയ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നടപടിക്രമങ്ങളിലെ ഗുരുതര വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് വൈഷ്ണയ്ക്ക് അനുകൂലമായി ഉത്തരവിറക്കിയത്. അതോടുകൂടി സിപിഎമ്മിന്റെ കണ്ണിലെ കരടായി വൈഷ്ണ മാറുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് സമൂഹ മാധ്യമങ്ങൾ വഴി സിപിഎം വെട്ടുകളികൾ വൈഷ്ണയെ കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. വ്യക്തിഹത്യ നടത്തിയും വൈഷ്ണയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതുമായിരുന്നു സൈബർ സഖാക്കളുടെ പരിപാടി. ഇതിനെല്ലാം കൃത്യമായ മറുപടി നൽകി സഖാക്കളുടെ വായടപ്പിക്കാനും വൈഷ്ണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വൈഷ്ണ വെറുതെ PR വർക്ക് നടത്തുകയാണെന്നുള്ള വ്യാജ പ്രചാരണങ്ങളാണ് സൈബർ സഖാക്കളുടെ സംഘം പടച്ചുവിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കള്ളക്കഥകൾ മെനഞ്ഞ വെട്ടുകളി കൂട്ടങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് വൈഷ്ണ. തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി തുടരുകയാണ്. നിരന്തരമായ ജനങ്ങളുടെ പരാതി ലഭിച്ചിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത അധികൃതരെ ശക്തമായ ഭാഷയിൽ വിറപ്പിക്കുന്ന വൈഷ്ണയുടെ വീഡിയോ വൈറലായിരിക്കുകയാണ്. 6 മാസത്തിലേറെയായി പലയിടങ്ങളിലും കുടിവെള്ളം പാഴാകുന്നുണ്ടെന്നും പൈപ്പുകൾ പൊട്ടി വെള്ളം ഓടകളോടെ ഒഴുകി പോവുകയാണെന്നും വൈഷ്ണ ചൂണ്ടിക്കാട്ടി. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ സമീപിച്ചാൽ കരാറുകാരെ പഴിചാരും. എന്നാൽ കരാറുകാരന്റെ ഭാഗത്ത് നോക്കുമ്പോൾ പൊട്ടിയ പൈപ്പുകൾ ശരിയാക്കാൻ PWD റോഡുകൾ വെട്ടിപ്പൊളിക്കാനുള്ള അനുമതി നൽകുന്നില്ലെന്നാണ് മറ്റൊരു വാദം. വാട്ടർ അതോറിറ്റിയും PWDയും തമ്മിലുള്ള ഈ വടംവലിയിൽ പൊറുതിമുട്ടുന്നത് സാധാരണക്കാരായ ജനങ്ങളാണെന്നും വൈഷ്ണ പറഞ്ഞു. MLA ഇടപെട്ടിട്ട് പോലും പരിഹാരം കാണാൻ കഴിയുന്നില്ലെന്ന് വൈഷ്ണ കുറ്റപ്പെടുത്തി. ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഫോൺ വിളിച്ചാൽ ഉദ്യോഗസ്ഥരോ കരാറുകാരോ പ്രതികരിക്കാറില്ലെന്നും തിങ്കളാഴ്ചയാകട്ടെ വെള്ളിയാഴ്ചയാകട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും വൈഷ്ണ പറഞ്ഞു. വൈഷ്ണയുടെ ദൃശ്യങ്ങൾ വാർത്തയോടൊപ്പം ചേർക്കുന്നു, കണ്ടുനോക്കാം. ഞാൻ മുട്ടട വാർഡ് കൗൺസിലറാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് അവിടെ കാലാകാലങ്ങളായി കഴിഞ്ഞ 6 മാസം കാലമായിട്ട് പൈപ്പിലെ വെള്ളം പൊട്ടി ഓടയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി പറയുന്നത് കോൺട്രാക്ടർ കേൾക്കുന്നില്ല. സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ കോൺട്രാക്ടറാ, അദ്ദേഹം കേൾക്കുന്നില്ല. ഇനി അദ്ദേഹം കേട്ടതിനെ PWD ടാർഗറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല. വാട്ടർ അതോറിറ്റിയും PWD തമ്മിൽ കോമ്പറ്റീഷൻ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? കുടിവെള്ളമല്ലേ പോകുന്നത്? MLA പറഞ്ഞാൽ പോലും PWD കേൾക്കണ്ടേ? PWD കേൾക്കുന്നില്ല. വാട്ടർ അതോറിറ്റി രണ്ട് ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. ഏൽപ്പിച്ചിട്ടുള്ള കോൺട്രാക്ടർമാർ ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടോ? കാരണം ഞായറാഴ്ച വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ശനിയാഴ്ച വിളിച്ചാൽ പറയും തിങ്കളാഴ്ച ചെയ്യാന്ന് പറയും, തിങ്കളാഴ്ച വിളിച്ചാൽ പറയും വെള്ളിയാഴ്ച ചെയ്യാന്ന് പറയും. അവർക്ക് തീരെ താല്പര്യം കളഞ്ഞിട്ട് പോകാൻ പറയണം. വേറെ ആൾക്കാർക്ക് കൊടുക്കണം. ഈ വെള്ളത്തിന് അടിക്കടി ഉണ്ടാകുന്ന ഷോർട്ടേജ് ഡിപ്പാർട്ട്മെന്റിന്റെ കുഴപ്പമല്ലേ? ആ വാൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ആൾക്കാർക്ക് താമസിക്കുന്നത് വെള്ളമില്ല. അപ്പൊ ആൾക്കാർ നോക്കും കവടിയാറ് പലയിടത്തും ആദ്യം പൈപ്പ് പോകുന്ന സ്ഥലമാണ്. വിളിച്ചു വരുന്നത് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ഡയറി എടുത്ത് കുത്തിക്കുറിക്കല്ലാതെ വല്ലതും നടന്നോ? നമ്മൾ കഴിഞ്ഞ മീറ്റിംഗില് നമ്മള് മേയറോട് പറഞ്ഞ് അന്ന് കീഴുദ്യോഗസ്ഥരൊക്കെ വന്നായിരുന്നു.